നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നിരവധി കുട്ടികളാണ് BSc നഴ്സിംഗിന് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കേരളത്തിന്റെ ഒപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് ഓരോ വർഷവും പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ BSc നഴ്സിംഗിന് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഏകദേശം 15,000-ൽ താഴെ സീറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ LBSൽ മാത്രമായിട്ട് തന്നെ ഏകദേശം 70,000-ന് മുകളിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് പ്രതിവർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് സീറ്റുകളും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻസ് വരാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം കുട്ടികൾക്കും കേരളത്തിൽ അഡ്മിഷൻസ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ അവർ അന്യ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനത്ത് നമ്മൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിന് പുറത്തുള്ള ഏത് സംസ്ഥാനത്തായാലും നമ്മൾ മാനേജ്മെന്റ് സീറ്റുകളിലേക്കാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. കാരണം ഏത് സംസ്ഥാനത്തായാലും അവിടുത്തെ നേറ്റീവ്സിന്, അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെന്റ് കോട്ടായിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ പല ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ കർണാടകയെ എടുത്തു കഴിഞ്ഞാൽ, കാരണം കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു സംസ്ഥാനം. നിരവധി നഴ്സിംഗ് കോളേജുകൾ, നിരവധി പാരാമെഡിക്കൽ സ്ഥാപനങ്ങളും കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് BSc നഴ്സിംഗിന് എലിജിബിലിറ്റി എന്നുള്ള രീതിയിൽ CET, കർണാടക KEA നടത്തുന്ന, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടക്കുന്ന CET എക്സാംസ് എഴുതണമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CET എൻട്രൻസ് എക്സാംസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാം എഴുതി അതിന്റെ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെന്റ് ജോൺസ്, ഫാദർ മുള്ളേഴ്സ്, അതുപോലെ തന്നെ വൈദേഹി, രാജരാജേശ്വരി, അങ്ങനെ നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ കർണാടകയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അഡ്മിഷൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും KCETയുടെ എൻട്രൻസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയെല്ലാം തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിലുള്ള കോളേജുകളാണ്. നമ്മൾ ഓരോ സംസ്ഥാനത്തും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് ഹെൽത്ത് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അങ്ങനെ കർണാടകയിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആണ്. അത് ബാംഗ്ലൂരാണ് അതിന്റെ ആസ്ഥാനം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കർണാടകയിൽ വരുന്ന മിക്കവാറും വരുന്ന ഏകദേശം ഒരു 98% വരുന്ന കോളേജുകളും ഇതിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും നിരവധിയായിട്ട് കർണാടകയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കഴിവതും അഡ്മിഷൻസ് എടുക്കാതിരിക്കുക. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ മാത്രം അഡ്മിഷൻസ് എടുക്കുക. അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള 1-2 ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നവ, ഒന്ന് നിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മംഗലാപുരത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നിറ്റ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ യേനപ്പായ യൂണിവേഴ്സിറ്റി, ഇത് കൂടാതെ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് വരിക. ഇവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ ഒരു എൻട്രൻസ് ബേസിസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ഈ പറയുന്ന അതായത് സൈറ്റുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളും നിലവിലുണ്ട്. KLE, ബെൽഗാം എന്നൊക്കെ പറഞ്ഞിട്ട് ദയാനന്ദ സാഗർ യൂണിവേഴ്സിറ്റി, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ കർണാടകയിൽ കാണാൻ സാധിക്കുന്ന. കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന 2-3 യൂണിവേഴ്സിറ്റികളാണ് കമ്പാരിറ്റീവ്ലി ഡീംഡ് കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ KEയുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കർണാടകയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മലയാളി കുട്ടികൾ കർണാടക ആശ്രയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏകദേശം 80% വരുന്ന സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് 80% വരുന്ന സീറ്റുകളിലേക്ക് കർണാടകയുടെ പുറത്തുനിന്നുള്ള കുട്ടികളായിരിക്കും മിക്കവാറും അഡ്മിഷൻസ് എടുക്കാൻ സാധ്യതയുള്ളത്. അതായത് ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 80 സീറ്റും മലയാളി കുട്ടികളായിരിക്കും ഉണ്ടാവുക. ബാക്കി വരുന്ന 20% മാത്രമായിരിക്കും കർണാടക സ്റ്റുഡൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റും കൂടെ ഈ പറയുന്ന മറ്റുള്ള മാനേജ്മെന്റ് സീറ്റിലേക്ക് കൺസിഡർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കുട്ടികളും മലയാളി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ കൾച്ചർ, പ്രത്യേകിച്ച് വെക്കേഷൻസ്, നമ്മുടെ ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ ഈസ്റ്റർ വെക്കേഷൻസ് ഒക്കെ മിക്കവാറും തന്നെ കോളേജുകളിൽ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കാനുള്ള സാധ്യതകളാണ്
കൂടുതലായിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും വരുന്ന കുട്ടികളെല്ലാം ഈ കർണാടക ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ കാര്യങ്ങൾ നടക്കുന്നതും കർണാടകയിൽ തന്നെയാണ്. നിരവധി കോളേജുകളിൽ യാതൊരു അഫിലിയേഷൻസും ഇല്ലാതെ സബ് കോളേജുകളായിട്ടൊക്കെ പ്രവർത്തിച്ച് പല പ്രോബ്ലംസും നേരിടുന്ന ഓരോ വർഷവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അതിന്റെ അഫിലിയേഷൻസ് മാത്രമല്ല മറ്റുള്ള കുറെ ഫീച്ചേഴ്സും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർണാടക കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ട് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് കർണാടക കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നിയർ ബൈ ആയിട്ടുള്ള ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലാണെങ്കിലും കൊല്ലം സൈഡിലായാലും അതുപോലെ തന്നെ പാലക്കാട് സൈഡിലായാലും എല്ലാം നമുക്ക് ഈ തമിഴ്നാട് ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ നിരവധി കുട്ടികൾ നിയർ ബൈ ആയിട്ടുള്ള കോളേജുകളിലേക്ക് ചേക്കാറാറുണ്ട്. അതിൽ തന്നെ കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ നിരവധി കുട്ടികളാണ് അഡ്മിഷൻസ് എടുക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തമിഴ്നാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന MGR യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് ചെന്നൈയിലാണ് അതിന്റെ ആസ്ഥാനം. അപ്പോൾ MGR യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളാണ് ഭൂരിഭാഗവും കാണുന്നത്. ഏകദേശം ഒരു 90% കോളേജുകളും MGR യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, നിരവധിയായിട്ടുള്ള ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവയിൽ ഏതാനും ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ SRM യൂണിവേഴ്സിറ്റി, വിനായക മിഷൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ പറഞ്ഞ നിരവധിയായിട്ടുള്ള സവിത യൂണിവേഴ്സിറ്റി, അണ്ണൈ മീനാക്ഷി യൂണിവേഴ്സിറ്റി, അങ്ങനെ പറഞ്ഞിട്ട് നിരവധിയായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഓരോ യൂണിവേഴ്സിറ്റികളുടെയും അവരുടെ അഫിലിയേഷൻസ് കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെയും കീഴിൽ സബ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏത് സെൻട്രലാണ് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എൻട്രൻസ് എക്സാംസ് ഒന്നും ഓൾ ഓവർ തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്തൊക്കെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാട്ടിൽ ഏകദേശം 60:40 എന്നുള്ള ഈ അനുപാതത്തിലായിരിക്കും അവിടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അതായത് 60% തമിഴിയൻ സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്, ഏകദേശം 40% മാത്രമായിരിക്കും കേരള സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ടുള്ള പല കോളേജുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ കുറച്ച് മലയാളി കുട്ടികളെ മാത്രമായിരിക്കും നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ തമിഴിയൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൾച്ചറിലുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളായിരിക്കും ആ ഒരു കോളേജുകളിൽ മിക്കവാറും ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ തമിഴ്നാട്ടിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മലയാളി കുട്ടികൾ ഉള്ള കോളേജുകളാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കംപ്ലൈന്റ് കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ചില കോളേജുകളിൽ ഒത്തിരി വേർതിരിവ് കാണിക്കാറുണ്ട്. ഈവൻ ഈ പറഞ്ഞ കോയമ്പത്തൂർ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള നമ്മുടെ ഒരു ഏരിയ ആയിട്ടുള്ള കോയമ്പത്തൂർ പോലുമുള്ള ചില കോളേജുകളിൽ മലയാളി കുട്ടികളെ തരംതിരിച്ച് മാറ്റി നിർത്താറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാത്ത സാഹചര്യങ്ങൾ പല കോളേജുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുറമേ ഉള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല, അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, കോളേജുകളിൽ എത്രത്തോളം സപ്പോർട്ട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഓൾറെഡി ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴിയൻ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നും BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഒത്തിരി കുട്ടികൾ മുന്നോട്ട് വരുന്നതിനാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീസ് പാക്കേജസിലായിരിക്കും മിക്കവാറും കോളേജുകൾ ഉണ്ടാവുക. ഏകദേശം ഒരു 8.5-9 ലക്ഷം മുതൽ ആയിരിക്കും മിക്കവാറും വരുന്ന പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻസ് എടുക്കുക. തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു രീതിയിലും എൻട്രൻസ് എക്സാംസ് ഇല്ലാത്തതിനാൽ ഏതാനും ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിലുള്ള എൻട്രൻസ് അല്ലെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്താറുണ്ട്. അതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് CMC വെല്ലൂര് ആണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CMC വെല്ലൂരിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ഉള്ള ആപ്ലിക്കേഷൻസും എൻട്രൻസ് എക്സാംസും എല്ലാം ഉണ്ടാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ കൂടെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ CMC വെല്ലൂര് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് എക്സ്പോഷേഴ്സ് ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അവർ ഏകദേശം 2 വർഷം ബോണ്ട് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 2 വർഷവും കൂടെ അവിടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഒമേലാച്ചി, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റു പല പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ആണെങ്കിലും എൻട്രൻസ് എക്സാംസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലേക്കാണ് അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു സംസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട്, ആന്ധ്ര തെലങ്കാന എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ ആന്ധ്രയിലും തെലങ്കാനയിലും നിരവധി കുട്ടികളാണ് ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻസ് എടുക്കുന്നത്. അപ്പോൾ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ
നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആന്ധ്രയിലേക്ക് നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഫീസ് കുറഞ്ഞ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്കറിയാം, മറ്റുള്ള തമിഴ്നാട്ടിലോ കർണാടകയിലോ പോകുന്നതിനേക്കാൾ നല്ല ദൂരമുണ്ട്. ഒരു പക്ഷേങ്കിൽ ഒരു 10-16 മണിക്കൂർ കൂടുതൽ ദൂരം ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ആന്ധ്രാപ്രദേശിലൊക്കെ പോകുമ്പോൾ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ചെറിയ ഫീസിൽ തന്നെ ഏകദേശം 6 ലക്ഷം 7 ലക്ഷം രൂപ ടോട്ടൽ പാക്കേജിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികൾ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന നിരവധി കുട്ടികൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ആന്ധ്രയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നേരത്തെ NTR യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി അറിയപ്പെട്ടിരുന്നത്. പക്ഷെ 2022 അത് YSR യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. YSR യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും മിക്കവാറും കാണാറുള്ളത്. അവിടെയും ഏതാനും ചില ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കാണാറുണ്ട്. പക്ഷെ ആന്ധ്ര ചൂസ് ചെയ്യുവാണെങ്കിൽ കഴിവതും നിങ്ങൾ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ മാത്രം പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ ഹൈദരാബാദിലാണെന്നുണ്ടെങ്കിലും അവിടെ KNR യൂണിവേഴ്സിറ്റി ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട്, ആന്ധ്ര ആയാലും തെലങ്കാന ആയാലും, നിങ്ങൾ അവിടുത്തെ നഴ്സിംഗ് അഡ്മിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നീറ്റ് എലിജിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നീറ്റ് എഴുതിയ കുട്ടികളൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ലഭിച്ചിരിക്കുന്നത്. ചില കോളേജുകളിൽ നീറ്റിന്റെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം ഒരു കട്ട് ഓഫ് മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നീറ്റ് എഴുതുമെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുക. നീറ്റ് എക്സാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നീറ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോളേജസും, അപ്പോളോ ഹൈദരാബാദ്, അതുപോലെ തന്നെ യശോദ ഹോസ്പിറ്റൽസ്, അതുപോലെ നാരായണ മെഡിക്കൽ കോളേജ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള നിരവധിയായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോളേജുകളും നിങ്ങൾക്ക് ഈ പറയുന്ന ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, മെഡിക്കൽ കോളേജുകളിൽ ചെറിയ ഫീസിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളിൽ കൂടുതൽ മലയാളി കുട്ടികൾ കയറുന്ന കോളേജുകളാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആന്ധ്രയിലും ഇതുപോലെ നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. പല കോളേജുകളിലും ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന നിരവധി കോളേജുകൾ സബ് കോളേജുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാതൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഇല്ലാതെ വല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ പോകുന്ന കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് അവിടുത്തെ ക്ലൈമറ്റ്. നിരവധി നല്ലൊരു ചൂട് കാലാവസ്ഥയായിരിക്കും, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് മിക്കവാറും. അതുപോലെ തന്നെ ഭക്ഷണം വളരെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം. അതുപോലെ തന്നെ മിക്കവാറും ആൺകുട്ടികൾക്കൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ചെറിയൊരു പാക്കേജിൽ നല്ലൊരു മെഡിക്കൽ കോളേജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു 2 സംസ്ഥാനങ്ങളാണ് ആന്ധ്ര തെലങ്കാന. അവയിൽ തന്നെ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഒരു 98% കുട്ടികളും കേരളത്തിൽ നിന്നും ഓപ്റ്റ് ചെയ്യുന്ന ഏതാനും ചില സംസ്ഥാനങ്ങൾ. അപ്പൊ ഇവിടെ ഉള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റികളിൽ കഴിവതും പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെൽത്ത് യൂണിവേഴ്സിറ്റികളല്ല, ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റെപ്യൂട്ടേഷനും അഫിലിയേഷൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കുട്ടികളും യാതൊരു ശ്രദ്ധകളും ചെലുത്താതെ കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പുറമേ ഉള്ള ഈ പറയുന്ന ഫീച്ചേഴ്സ് മാത്രം നോക്കിക്കൊണ്ട് ഏജൻസിക്കാർ മാത്രം പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അഡ്മിഷൻസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും വരുന്ന കുട്ടികളെല്ലാം തന്നെ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ പല എക്സാമിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണമാണ് കർണാടകയുടെ KCET എക്സാംസിന്റെ ഇപ്പൊ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റിന്റെ എക്സാംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആന്ധ്ര തെലങ്കാനയിലൊക്കെ നീറ്റ് എക്സാംസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങളുടെ +2 മാർക്കിന്റെ +1 മാർക്കിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ഓപ്ഷൻ കൂടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അയ്യോ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് കൊടുത്തിടുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അഥവാ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആയാലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അവിടെ തുറന്നു കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ
യാതൊരു കാരണവശാലും നിങ്ങൾ പൈസ പോകുമല്ലോ, എത്ര പൈസ പോകുമല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ മടി കാണിക്കരുത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിലൊക്കെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ, കാരണം മിക്കവാറും +2 എക്സാമിന് മുന്നേ ആയിട്ടായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ കൊടുക്കുവാനായിട്ട് നോട്ട് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലാത്ത പക്ഷം പല കുട്ടികൾക്കും കേരളം അങ്ങ് ലാസ്റ്റ് വരെ നോക്കി നിന്നതിന് ശേഷം കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് ബോർഡർ ലൈൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ 94-95% മാർക്കുള്ള കുട്ടികളൊക്കെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികളും KCET എക്സാംസ് എഴുതാത്തതുകൊണ്ട് തന്നെ റിപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ കോളേജുകളിൽ അഡ്മിഷൻസ് കിട്ടാതെ ഇരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് കൂടാതെ തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ചില സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ്. അവയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RIK ഡൽഹി, ജിപ്മർ പോണ്ടിച്ചേരി, PGI ചാണ്ഡിഗഡ്, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ്. ഇവയിലെല്ലാം തന്നെ നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ല റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ BS നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീറ്റ് എക്സാംസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നല്ല രീതിയിൽ സ്കോർ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ പറയുന്ന കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് ലഭിക്കുക. ഇത് കൂടാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാംസ് നടത്തിക്കൊണ്ട് പോകുന്ന ഏതാനും ചില റെപ്യൂട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നിരവധി ബ്രാഞ്ചസ് അതിന്റെ അവൈലബിൾ ആണ്. മിക്കവാറും നോർത്ത് ഇന്ത്യൻ ബേസിസിലായിരിക്കും കൂടുതൽ ഇതിന്റെ ശാഖകൾ അല്ലെങ്കിൽ സെന്ററുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളൊക്കെ കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ എയിംസിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാംസ് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അവിടെ ബോയ്സിന് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് യാതൊരു സീറ്റുകളും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ഈ എയിംസ് പറഞ്ഞിട്ടുള്ള നഴ്സിംഗ് കോളേജുകളിലെല്ലാം തന്നെ അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അത് ആപ്ലിക്കേഷൻസ് നൽകി എൻട്രൻസ് എക്സാം എഴുതി അതിന്റെ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. അവിടെ തന്നെ നിരവധിയായിട്ടുള്ള റിസർവേഷൻ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് എയിംസിൽ ഉണ്ടാവുക. ഇത് കൂടാതെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് നിംഹാൻസ്. അത് ബാംഗ്ലൂരിലുള്ള സെൻട്രൽ ഗവൺമെന്റ് കൊളാബറേഷൻ പോകുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിംഹാൻസ്. അപ്പൊ നിംഹാൻസിന്റെ ആണെങ്കിലും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും നടത്തപ്പെട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിംഹാൻസിൽ അഡ്മിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് അറ്റൻഡ് ചെയ്താൽ വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. പക്ഷേ മിക്കവാറും വരുന്ന മലയാളി കുട്ടികൾക്കൊക്കെ അവിടെ അഡ്മിഷൻസ് ലഭിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതുകൂടാതെ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ്, അതും നീറ്റിന്റെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തൊട്ട് നീറ്റിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും അവിടെ പ്രവേശനം കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മൾ കേരളത്തിന് പുറത്തായിട്ട് ഏതൊക്കെ കോളേജുകൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും BS നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കോളേജുകൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ നമ്പർ കാര്യങ്ങൾ ഞാൻ ചുവടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. കൂടാതെ തന്നെ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കർണാടക എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് കിട്ടാൻ KEA ഗൈഡ് ലൈൻസിന്റെ മറ്റൊരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രീ ബുക്കിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്, പ്രീ ബുക്കിംഗ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ അനാവശ്യമായിട്ട് നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മറുപടി ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.